നമസ്കാരം. മുൻകാല പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അധികാരം ഇനി ഒരിക്കലും മാറില്ലെന്ന അഹങ്കാരം കൊണ്ട് പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് അക്രമം കാണിക്കുകയും പിന്നീട് ആ കേസുകളെല്ലാം ഫയലിൽ മുക്കി പൂഴ്ത്തി വെക്കുകയും ചെയ്ത പിണറായിസത്തിന്റെ കള്ളക്കോട്ടകൾ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ തകരുകയാണ്. അന്ന് ഭരണത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ പോലീസുകാരും സൈബർ ഗുണ്ടകളും ഇപ്പോൾ നിയമത്തിന്റെ കത്രികപ്പൂട്ടിലേക്ക് വീഴുകയാണ്. കുന്നംകുളത്തെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനം, നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം എന്നീ 3 നിർണായക കേസുകളിലാണ് പുതിയ UDF സർക്കാർ പുനരന്വേഷണവും കടുത്ത നടപടികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലഘുരേഖ കയ്യിൽ വെച്ചു എന്നതിന്റെ പേരിൽ UAPA ചുമത്തിയ ആദ്യ സംസ്ഥാനം കൂടിയാണല്ലോ കേരളം. ഇത്തരത്തിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് ജയിലിൽ അടച്ചത് 150-ലേറെ പേരെയാണ്. ഒന്നാമത്തെ കേസ് തൃശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമാണ്. തന്റെ സുഹൃത്തുക്കളെ വഴിയിൽ വെച്ച് പോലീസുകാർ അനാവശ്യമായി മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവിടുത്തെ പോലീസുകാർ മൃഗീയമായി തല്ലിച്ചതച്ചത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഈ കേസ് ഒതുക്കി തീർക്കാൻ നോക്കിയെങ്കിലും ഇരയായ സുജിത്ത് ധീരമായി പോരാടി സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ സ്വന്തമാക്കിയതോടെയാണ് പോലീസിന്റെ തനിനിറം പുറത്തുവറിയുന്നത്. ഇപ്പോൾ UDF സർക്കാർ വന്നതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്ത നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനമാണ്. 2023 ഡിസംബർ 15 ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും പാർട്ടി ഗുണ്ടകളും ചേർന്ന് ഇരുമ്പ് വടികളും ലാത്തിയും ഉപയോഗിച്ച് തലയടിച്ച് പൊളിച്ചു. അന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച പിണറായി വിജയൻ നാണംകെട്ട രീതിയിലാണ് ഇതിനെ ന്യായീകരിച്ചത്. അന്ന് മർദ്ദനമേറ്റ് ചോരയൊലിപ്പിച്ച് ആശുപത്രിയിലായ KSU മുൻ ജില്ലാ പ്രസിഡന്റ് AD തോമസ് ഇന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത UDFന്റെ ജനപ്രിയ MLA ആണ്. അന്ന് ഇടത് പോലീസ് എഴുതിയുണ്ടാക്കിയ വ്യാജ ക്ലീൻ ചീറ്റ് റിപ്പോർട്ടുകളെല്ലാം ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഈ കേസിൽ പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു. തലപ്പത്ത് ഷൗക്കത്ത് അലിയെയാണ് നിയമിച്ചിരിക്കുന്നത്. പിണറായിയുടെ വിശ്വസ്തരായ ആ പോലീസുകാർ ഇനി ജയിലറയ്ക്കുള്ളിൽ കിടന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. മൂന്നാമത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറി കേസാണ് 2024 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഉണ്ടാക്കിവിട്ട വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിർ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതാവ് PK മുഹമ്മദ് ഖാസിമിന്റെ പേരിൽ ഒരു വ്യാജ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ഇടതുപക്ഷ സൈബർ ഗുണ്ടകൾ നിർമ്മിച്ചുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കിയത് ഖാസിം അല്ലെന്നും ഇത് പടച്ചുവിട്ടത് CPMന്റെ ഒഫീഷ്യൽ സൈബർ പേജുകളായ പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നിവരുടെ അഡ്മിന്മാരാണെന്നും പോലീസ് കോടതിയിൽ സമ്മതിച്ചത്. അന്ന് ആ പ്രതികളെ പിടികൂടാതെ കേസ് അവസാനിപ്പിക്കാൻ നോക്കിയ ഇടത് പോലീസിന്റെ ക്ലോഷർ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പുതിയ UDF സർക്കാർ വന്നതോടെ ഈ അപവാദ പ്രചാരണത്തിന് പിന്നിലെ യഥാർത്ഥ ക്രിമിനലുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പുതിയൊരു SIT നിയോഗിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ വ്യാജരേഖ ചമച്ച സഖാക്കൾ ഇന്ന് നിയമത്തിന് മുൻപിൽ മറുപടി പറയേണ്ടി വരും. ഭരണത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവരെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചവർക്കും തെരുവിൽ ചോരയൊഴുക്കിയ മുഖ്യമന്ത്രിയുടെ വടിവീരന്മാർക്കും വടകരയിൽ വർഗീയത തുപ്പിയ സൈബർ ഗുണ്ടകൾക്കും പുതിയ UDF സർക്കാർ നിയമത്തിന്റെ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അന്ന് കേസുകൾ പൂഴ്ത്തിവെച്ച് അക്രമികളെ സംരക്ഷിച്ച പിണറായി വിജയന്റെ ആ കപട പോലീസ് നയങ്ങൾക്കാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടും വ്യാജന്മാരെ അഴിക്കുള്ളിലാക്കിയും പുതിയ സർക്കാർ നടത്തുന്ന ഈ ഒരു മിന്നൽ നീക്കങ്ങൾക്ക് ജനാധിപത്യ കേരളത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ഇനി ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലെന്ന് സാരം.